തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുമ്പോഴും പദ്ധതികൾ നടപ്പാക്കുന്നത് വെല്ലുവിളിയാകും. നിലവിൽ തന്നെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ധനവകുപ്പ് പണം അനുവദിക്കാത്തത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തേണ്ട ഗതികേടിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ, അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചിരുന്നു. അപ്പോഴും ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് വലിയൊരു വെല്ലുവിളിയാകുകയാണ് സർക്കാരിന്, അല്ലേ? എങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിരവധി ഫണ്ടുകൾ അനുവദിച്ചതായി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്ര കോടി രൂപ അനുവദിച്ചു, അല്ലെങ്കിൽ ഇത്ര രൂപ നൽകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകില്ല. കാരണം ഈ പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ മാറി നൽകാത്തൊരു സാഹചര്യമുണ്ട്. ഈ ബില്ലുകളെല്ലാം ക്യൂ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഈ പണം പലപ്പോഴും താഴേക്കിടയിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലുമൊക്കെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മന്ത്രിയും ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ മേധാവികളും സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഒക്കെ ചേർന്ന ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലും ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടന്നെങ്കിലും ഒപ്പം ഈ പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഡൊമിസിലറി കെയർ പോലെയുള്ള പദ്ധതികൾ, അവയ്ക്കുള്ള നടത്തിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാന തലത്തിൽ ഒരു സംയോജിതമായ പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കണമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് കാതലായ പ്രശ്നങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഈ യോഗത്തിൽ പങ്കെടുത്ത ആരുടെയോ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായ പ്രശ്നമായി പഞ്ചായത്തുകൾ അനുഭവിക്കുന്നത് അവർക്ക് ആവശ്യത്തിന് ഫണ്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഫണ്ട് പ്രഖ്യാപിക്കും, പക്ഷേ ഈ പറയുന്ന രീതിയിൽ പണം നൽകാമെന്ന് പറയും. പക്ഷേ ധനവകുപ്പ് ഈ ഫണ്ട് റിലീസ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു പരാതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ട്രഷറിയിൽ നിന്ന് ഈ ബില്ലുകൾ കൃത്യസമയത്ത് മാറി നൽകില്ല. അതിൽ കാലങ്ങളായിട്ടുള്ള ഇതുണ്ട്. പ്രത്യേകിച്ച് പണം അനുവദിക്കുന്നു, ഈ പണം ട്രഷറിയിൽ എത്തുന്നു എന്ന് പറയുന്നു, പിന്നീട് ഈ ബില്ല് സമർപ്പിക്കുന്നു, ബില്ല് ക്യൂ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു, അതിനുശേഷം അനുവദിച്ച പണം അത് റിലീസ് ചെയ്യാതെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു. ചില പഞ്ചായത്തുകൾക്ക്, നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട ചില പഞ്ചായത്തുകളിലൊക്കെ 1/3 മാത്രമാണ് പദ്ധതി വിഹിതം അനുവദിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാലിയേറ്റീവ് കെയർ പോലെയുള്ള പദ്ധതികളൊന്നും തന്നെ, വയോജനമിത്രം പോലെയുള്ള പദ്ധതികളൊന്നും തന്നെ കാര്യക്ഷമമായി എവിടെയും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് ഫണ്ടുകളുടെ കാര്യം, ഇപ്പോൾ റോഡ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട്, ഇവയ്ക്കൊക്കെ പണം അനുവദിക്കുന്നു എന്ന് സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ഈ പണം താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലും കാര്യമായ ഒരു തീരുമാനങ്ങളോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കൃത്യമായ പദ്ധതിയോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും 9-ാം തീയതി വീണ്ടും ഈ തദ്ദേശ ഭരണസമിതികളുമായിട്ട് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. ഈ യോഗത്തിലും ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും സർക്കാർ തലത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രത്തോളം, പ്രത്യേകിച്ച് ഈ ട്രഷറിയിൽ നിന്ന് പണം റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എത്രത്തോളം തയ്യാറാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം അടുത്ത് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനുകളൊക്കെ തൊട്ടടുത്ത് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള യോഗം വിളിച്ചതെന്ന് നമ്മൾ മറക്കരുത്. കാരണം ഈ ഫണ്ടുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സാധാരണക്കാർക്കൊക്കെ ഗുണകരമാകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് പദ്ധതികളും എല്ലാം ഇങ്ങനെ പാതി വഴിയിൽ കിടക്കുന്നത്, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൂടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. എനിക്കിൽ ശരി പ്രജിത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുമ്പോഴും പദ്ധതികൾ നടപ്പാക്കുന്നത് വെല്ലുവിളിയാകുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ.